சத்து குறைபாடு இருக்கு. உண்மையா சொல்றேன், எங்க வீட்லயே நிறைய பேருக்கு இரும்பு சத்து குறைபாடு இருக்கனால தான் இந்த அயன் ஃபிஷ் பர்ச்சேஸ் பண்ணிட்டேன். എന്ത് പൊട്ടത്തരാ പറയുന്നത്? അയൺ ശരീരത്തിൽ കുറയുന്ന സമയത്ത് അയൺ ഇട്ട് ഫുഡ് ഉണ്ടാക്കോ? ഇനി കോപ്പർ കുറഞ്ഞുകൊണ്ട് മുടി കൊഴിയും വിചാരിച്ചിട്ട് കോപ്പർ ഇട്ടിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കോ? ഇതുപോലെയാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്? എങ്കിൽ ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ഇതിന്റെ പിന്നിലെ സയൻസ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യൂ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല ഈ ഫിഷിന്റെ പേരാണ് ലക്കി അയൺ ഫിഷ്. ഇത് കംബോഡിയയിൽ 2010 കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് അതായത് കംബോഡിയയിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അയൺ ഡെഫിഷ്യൻസി വന്നു. ഇത് മെയിൻ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു അവിടെ. ആ ഹെൽത്ത് ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുള്ളത്. അയൺ സപ്ലിമെന്ററി ആയി എടുക്കാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അത് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനു വേണ്ടി അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് വേ ആണിത്. അവിടെ ധാരാളം ആളിൽ വർക്ക് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഏഷ്യയുടെ പല ഭാഗത്തേക്കും ഇത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് പുളിയുള്ള ആഹാരങ്ങൾ, അതായത് തക്കാളി, പുളി, നാരങ്ങ എന്നീ പറഞ്ഞ പുളിയുള്ള ആഹാരത്തിൽ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള അയൺ കുറച്ച് ലീച്ച് ചെയ്ത് ഭക്ഷണത്തിലേക്ക് വരികയും അത് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പേഴ്സണലി പറയുന്നത് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. കാരണം നമുക്ക് അയൺ സപ്ലിമെന്ററി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, ആഹാരത്തിൽ നമുക്ക് സപ്ലിമെന്ററി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുക്കേണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത് നോൺ ഹീം അയൺ ആണ്. ഇതിന്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ വളരെ കുറവാണ്. വളരെ ചെറിയ തോതിൽ മാത്രമേ നമുക്ക് അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇതിന് ബദലായിട്ട് പല പല കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിത് ഭക്ഷണത്തിൽ നിന്ന് ഇതിന് സപ്ലിമെൻ്ററി കിട്ടും. അതായത് ലിവറിൽ നിന്ന്, റെഡ് മീറ്റിൽ നിന്ന്, ചീരയിൽ നിന്ന് ഒക്കെ നമുക്ക് ഇത് സപ്ലിമെൻ്ററി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ട് ഇതിൻ്റെ ടാബ്ലറ്റും നമുക്ക് ലഭ്യമാണ്. അത് ഉപയോഗിച്ച് നമുക്ക് അയൺ ഡെഫിഷ്യൻസി മാറ്റാൻ പറ്റും. അയൺ ഡെഫിഷ്യൻസി അടിച്ച് കഷ്ടപ്പെടുന്ന നിങ്ങളെ ചങ്കിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റും കൂടി ചെയ്യുക.